ഹായ് ഫ്രണ്ട്സ്, കാച്ചപ്പള്ളി ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ബീഫിൻ്റെ കരൾ വരട്ടിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള, കുഞ്ഞുള്ളി, നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ തക്കാളി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റണം കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. മതി. നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റാം. അപ്പോൾ ദേ നമ്മുടെ സവോള, പച്ചമുളക്, ഇഞ്ചി, തക്കാളി എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, ശേഷം നമുക്ക് ഇത്തിരി മീറ്റ് മസാല, ഇത്തിരി കുരുമുളക് പൊടി. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കേണ്ടത്. നമുക്ക് ചെയ്യുന്നതായിട്ട് പൊടികളൊക്കെ നല്ലതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം കളയുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാലയൊക്കെ നല്ലതായിട്ട് മൂത്ത് പച്ചമുളകൊക്കെ മാറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ കരൾ, മെയിൻ സംഭവം, നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കരൾ ഇതിൽ നമ്മൾ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതിനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നമ്മുടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. മസാല ഇതും കരളും ഒന്ന് നന്നായിട്ട് പിടിച്ച് വരണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഒരുപാടിട്ട് ഇളക്കരുത്, ഇത് കാരണം ഇത് ഉടഞ്ഞുടഞ്ഞു പോകും. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ചിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുത്ത് വരട്ടിയെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിരുന്ന് വറ്റും കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് വരും. ഇവിടെ ഇത്തിരി ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളതിന് ഒത്തിരി ഡ്രൈ ആക്കണ്ട. നിങ്ങൾ ഇത്തിരി ഡ്രൈ ആക്കി എടുത്താൽ സൂപ്പറാണിത്. നല്ലൊരു കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം
നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നവരെ ബായ്.